ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗായ്സ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ലോണം നമുക്ക് ഇതേപോലെ പതിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് പൗഡറാണ് കേട്ടോ. ഇതിനകത്തോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലാണ് കേട്ടോ ഗൈസ്. കൊടുക്കാം കേട്ടോ നമുക്കിത്. 1/2 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ ബാറ്ററിലോട്ട് കുറച്ചായിട്ട് മൈദയും ബേക്കിംഗ് പൗഡർ ആയിട്ടുള്ള മിക്സ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിക്കുള്ള ഷേപ്പ് എടുക്കാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ. ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിലുള്ളത് സ്ട്രോബെറി ആണ്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് 200 ഡിഗ്രിയിൽ നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 200 ഡിഗ്രിയിൽ ½ ആൻ അവർ ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചൂടാറിയിട്ട് വേറൊരു ട്രേയിലോട്ട് ആക്കണം കേട്ടോ. ഗൈസ് നമ്മുടെ കേക്ക് അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.